യാത്രയെക്കുറിച്ച് പറയുമ്പോൾ ഇതുപോലെ യാത്ര ചെയ്യുന്ന ഒരുപാട് പേർ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. അവർക്കൊക്കെ ഊർജ്ജം പകരുന്ന ഒരാളെ കൂടി ഈ ഞായറാഴ്ച വൈകുന്നേരം പ്രേക്ഷകർക്ക് ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. ഒരു വീട്ടമ്മയുടെ വിനോദയാത്രയ്ക്കെതിരെ ചിലർ അധിക്ഷേപം ചൊരിയുമ്പോൾ ബൈക്കിലും കാറിലും ട്രെയിനിലും ഒക്കെയായി രാജ്യത്തുടനീളം യാത്ര ചെയ്യുന്ന ഒരു അമ്മയും മകനും നമുക്കൊപ്പം അതിഥികളായി എത്തുകയാണ്. സോഷ്യൽ മീഡിയയിലെ താരങ്ങളായ ശരത് കൃഷ്ണനും അമ്മ ഗീതയുമാണ് ആ അതിഥികൾ. സ്വാഗതം. ആദ്യം അമ്മയ്ക്കൊരു സല്യൂട്ട്. അമ്മയെ കൊണ്ടുപോകുന്ന മകനും. അപ്പോൾ ഇവരാണ് ആ അതിഥികൾ. സോഷ്യൽ മീഡിയയിൽ രണ്ടുപേരും കുറെ കാലമായി ചർച്ച ചെയ്യപ്പെടുന്നവരായതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു 6 വർഷത്തോളമായി സജീവ ചർച്ചാ വിഷയങ്ങളാണല്ലേ. ആദ്യം ചർച്ച ചെയ്യാമെന്നും റിപ്പോർട്ടിലാണ് ഞാൻ. അതെ. അപ്പോൾ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ നഫീസുമ്മയുടെ ആ പൊളിമൂഡ് വീഡിയോ അത് ഇത്ര അങ്ങോട്ട് പലരെയും പ്രകോപിപ്പിക്കുമെന്നൊന്നും നമ്മൾ കരുതിയില്ല. പക്ഷെ ഇവിടെ അമ്മ വളരെ ഹാപ്പിയായി പ്രേക്ഷകരോട് പറയാം, യാത്ര കണ്ടപ്പോൾ ഞാൻ ഏറെ സന്തോഷിച്ചു. ഞാൻ തന്നെയാണോ അവരെന്ന് എനിക്ക് തോന്നി. ഞാൻ അത്രയ്ക്കധികം മനാലി പോയി, ഞാനും ആസ്വദിച്ചിട്ടുണ്ട് ഐസ്. ശരിക്കും ആ ഉമ്മ ആഘോഷിച്ച് അതേപോലെ തന്നെ ഐസ് എടുത്തുരുട്ടി കഴിച്ചു നോക്കി, ഐസിൽ കിടന്ന് ഉരുണ്ടു, അതേപോലെ തന്നെ. ഇല്ല, അന്ന് നമ്മളത് ഷൂട്ട് ചെയ്യാൻ പോലും ആലോചിച്ചില്ല. ശരിക്കും അമ്മയ്ക്കൊപ്പമുള്ള യാത്ര ശരിക്കും ആൺമക്കൾ പൊതുവെ അല്ലെങ്കിൽ ആൺകുട്ടികൾ പൊതുവെ പിയർ ഗ്രൂപ്പ്, അതായത് സ്വന്തം കൂട്ടുകാർക്കൊപ്പം അല്ലെങ്കിൽ ഫാമിലി ഭാര്യയ്ക്കോ അല്ലെങ്കിൽ കാമുകിക്കോ അങ്ങനെയൊക്കെ സുഹൃത്തിനൊപ്പം അങ്ങനെയൊക്കെയാണ് കൂടുതൽ യാത്ര ചെയ്ത് കാണാറുള്ളത്. മകനും അമ്മയും കൂടിയുള്ള ആ ഒരു കോംബോ അതിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ശരിക്കും അതിലേക്ക് എങ്ങനെ എത്തിയെന്ന് ചോദിച്ചാൽ എനിക്കറിയാം അമ്മയ്ക്ക് യാത്രകൾ ഒരുപാട് ഇഷ്ടമാണെന്ന്. അപ്പോൾ നമ്മൾ ഒരിക്കലും അതിന് തടസ്സം നിൽക്കരുത്. അമ്മയ്ക്ക് ആഗ്രഹമുള്ള സ്ഥലങ്ങളിലൊക്കെ എനിക്ക് അമ്മയെ കൊണ്ടുപോകണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്ന സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ പോയി കഴിഞ്ഞു. ബക്കറ്റ് ലിസ്റ്റ് ഫിനിഷായി. എന്റെ ബക്കറ്റ് ലിസ്റ്റ് എല്ലാം ഞാൻ അമ്മയുടെ തീർന്നിട്ടില്ല. ശരിക്കും ഈ സന്തോഷം കാണുമ്പോൾ ഉണ്ടല്ലോ, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ചിരിയും ഒക്കെ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്കും അത് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാകും. അടുത്ത് നിന്ന് കാണുമ്പോൾ അതെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അമ്മയാണ്. ഈ അമ്മ മകനെ വളർത്തുമ്പോൾ മകനോട് പറയുമായിരുന്നു എല്ലാ ദേശങ്ങളിലും പോകണം, എല്ലാ ദേശങ്ങളെയും അറിയണം, അങ്ങനെയൊക്കെ? എനിക്കൊരാഗ്രഹം ആരോടും ഞാൻ സംസാരിക്കാറില്ല, എല്ലാം എനിക്ക് കിട്ടാറാണ് പതിവ്. ഇതും ഇത്ര വലിയ സൗഭാഗ്യം എനിക്ക് കിട്ടുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ട്. ഇന്നലെ ഞാൻ കുംഭമേള തൊഴുതു വന്ന ആ സൗഭാഗ്യം എൻ്റെ മകൻ തന്നതാണ്. അത് പെട്ടെന്ന് എടുത്ത തീരുമാനമായിരുന്നു അതോ നേരത്തെ പ്ലാൻ ചെയ്തു? അല്ല, പക്ഷെ അടുത്ത് മുമ്പ് പോയി അമ്മയ്ക്ക് പോകാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയില്ല. പിന്നെ ശരത്തിൻ്റെ ഫ്രണ്ടിനെ മുഖാന്തരം എന്നെ ഒരു ദിവസത്തിന് വിളിച്ചു പോയി തൊഴുതു. ഞാൻ വിചാരിച്ചു ഭയങ്കര തിരക്കായിരിക്കും, അതിൻ്റെ ഇടയിൽ കൊണ്ടുപോകാൻ പാടായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ആദ്യം പോയി. ചെന്നപ്പോൾ മാനേജബിളാണ്, എനിക്ക് അവിടെ 2-3 ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മയെ കൊണ്ടുവന്നാലും ബുദ്ധിമുട്ടില്ല. അപ്പൊ തന്നെ പറഞ്ഞു കേറിക്കോ, പോരാ, ഒന്നും ആലോചിക്കണ്ട. ബാഗ് എടുത്തോന്ന് പറഞ്ഞാൽ അപ്പോഴേ റെഡിയാ. ബാഗ് ഒരെണ്ണം ഓൾറെഡി സെറ്റ് ഉണ്ട് അമ്മയുടെ. അതിൽ എത്ര ഡ്രസ് ഉണ്ടാവും? 2 ഡ്രസ് അണ്ടർ ഗാർമെന്റ്സും ഉണ്ടാവും റെഡി. അതെപ്പോഴും റെഡി ആയിരിക്കും. അതാണ് എപ്പോഴും യാത്ര പോകാനായിട്ടൊക്കെ തയ്യാറാണ്. ടിക്കറ്റ് വന്നാൽ മതി. അടുത്ത യാത്ര ഏതെങ്കിലും ടിക്കറ്റ് വേണമെന്നില്ല, കാറോ എന്തിലായാലും ഞാൻ ഇന്ന് തയ്യാറാണ്. ആദ്യത്തെ ആ ഒരു യാത്ര കാശിയിലേക്ക് പോയി, കാശിയിൽ പോയതിനു ശേഷം അവിടെ നിന്ന് നേരെ പെട്ടെന്ന് റൂട്ട് മാറ്റി നാട്ടിലേക്ക് വരുന്നതിന് പകരം തിരിച്ച് നേരെ സിംലയ്ക്ക് പോകുന്നു, അവിടെ ചെന്ന് ബുള്ളറ്റ് എടുക്കുന്നു. സാധിക്കുന്നു. ശരിക്കും എപ്പോഴും യാത്രകൾ അങ്ങനെ അൺപ്ലാൻഡാ എപ്പോഴും നടക്കുന്നത്. നമ്മളൊരു പ്ലാൻ ചെയ്ത് പോണ പരിപാടി എപ്പോഴും പൊളിഞ്ഞു പോകും. അപ്പോൾ ശരിക്കും ഇന്ന് ഈ ഉമ്മയുടെ കാര്യം പറയുമ്പോൾ അവർ ഇതൊന്നും പോയാൽ പോരാ, അവരിതിൻ്റെ അപ്പുറം കാണണം. ഞാൻ അന്ന് നഫീസുമ്മയുടെ ഈ റീല് വന്ന സമയത്ത് സംസാരിച്ചായിരുന്നു. അപ്പോൾ എന്നെ ക്ഷണിച്ചു, നമുക്ക് ഒന്നിച്ചു പോകാന്ന്. പക്ഷെ നമുക്കിവിടെ വാർത്ത ഒഴിഞ്ഞിട്ട് എൻ്റെ യാത്ര മൊത്തം ഇത്രയും ഭാഗത്താണ്. ശരിക്കും ഈ യാത്രകൾ പോകുമ്പോഴേക്കും നമ്മൾ കുറച്ചും കൂടി ഒരു ഹൃദയത്തിൽ കുറച്ചുകൂടി യൗവനം വരും. ഓരോ പോക്കിനും 10 വയസ്സ് കുറയും. 10 വയസ്സ് കുറയും. ഇപ്പൊ എത്ര ഒരു 15 ആയിക്കോട്ടെ. ഞാൻ എപ്പോഴും 10 വയസ്സുകാരിയാണ്. 10 വയസ്സുകാരിയാണ്. എന്റെ പ്രായത്തെ ഞാൻ കണ്ണാടിയിൽ നോക്കുമ്പോഴാണ് എനിക്ക് പ്രായം, അല്ലെങ്കിൽ ഞാൻ അടിപൊളിയാവും. ഈ ആരോഗ്യം അതുപോലെ അങ്ങനെ ആരോഗ്യമൊക്കെ, അതായത് പ്രായമായി കഴിയുമ്പോഴത്തേക്കും അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ എന്നൊക്കെ പറയാം. വീട്ടിലെത്തിയ വയ്യ, നടുവേന, ഷുഗർ എല്ലാം വരും. പുറത്തേക്ക് ഇറങ്ങിയ നടുവേനില്ല, മുട്ടുവേനില്ല, ഒന്നുമില്ല. അപ്പൊ എന്റെ അവന്റെ ആദ്യത്തെ ഗോവ യാത്രയായിരുന്നു. ഞങ്ങൾ ആദ്യത്തെ ഗോവയ്ക്കാണ് പോയത്. അതേപോലെ പട്ടായ, ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഇതേപോലെ അബു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുഹൃത്ത് പട്ടായക്ക് ഒരു ട്രിപ്പ് പോയാലോ ചേട്ടാന്ന് ചോദിച്ചു. ശരി പോയാലോ എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ പോയുള്ള എല്ലാ ക്ലബ്സിലും എല്ലാ കാസിനോസ് ഇനി എന്തൊക്കെയുണ്ടോ അതൊക്കെ അമ്മയെ വഴി തെറ്റി. ഞാൻ കാരണം അവൻ സേഫ്. എന്തിനാ അവനും കണ്ടിരിക്കട്ടെ അല്ലേ? അമ്മ എല്ലാം കണ്ടിരിക്കട്ടെ. ലോകത്തെല്ലാം നമുക്ക് കാണാൻ വേണ്ടിയാണല്ലോ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോ ഇന്ത്യയിൽ ഇനി ഏതെങ്കിലും സ്ഥലം പോകാൻ ബാക്കിയുണ്ടോ? ധാരാളം ഉണ്ട്.
ഞാൻ മേജർ എല്ലാ മെയിൻ ടൂറിസ്റ്റ് സ്പോട്സ്, മെയിൻ എനിക്ക് ആഗ്രഹമുള്ള എല്ലാ ഡെസ്റ്റിനേഷൻസും ഞാൻ കവർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ മനുഷ്യന്മാരെല്ലാം ആഗ്രഹം വീണ്ടും വന്നുകൊണ്ടിരിക്കുമല്ലോ. ശരിക്കും ഒരു ട്രാവൽ ബെസ്റ്റി, നമുക്കിപ്പോൾ യാത്ര ചെയ്യുന്നതിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടെ അത്രയും ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ, ഞാൻ കുടുംബത്തിൻ്റെ കൂടെ യാത്ര ചെയ്യാനായിട്ട് വളരെ കംഫർട്ടബിൾ ആണ്. അല്ലാത്ത യാത്രകളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നമ്മുടെ ഒരു കംഫർട്ട് സോൺ ഉണ്ടല്ലോ, അമ്മയാണോ ആ കംഫർട്ട് സോൺ? ആണ്. അപ്പൊ അവര് ചേർന്ന് നിൽക്കുന്നതിൽ തന്നെ അതുണ്ട്. അപ്പൊ ഇതുപോലൊരു മോനെ കിട്ടിയത്, നമ്മൾ ആലങ്കാരികമായി പറയും ഇത്രയും നല്ല മോനെ കിട്ടിയത് ഭാഗ്യമാണെന്ന്. പക്ഷെ ഇതുപോലൊരു മോനെ അത് അധികം പേർക്ക് കിട്ടില്ല. ഇന്ന മാതിരി ഒരു അമ്മ, ഒറ്റ പീസ്. അപ്പൊ ഒരുപാട് കാലം ഈ യാത്രകൾ തുടരട്ടെ കേട്ടോ. നമ്മൾ ഈ ഒരു ദിവസത്തിൽ, കാരണം നമ്മൾ ഈ യാത്രകൾ, പെൺയാത്ര എന്ന് പറയുമ്പോൾ ഇതുപോലെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റം കൂടി ഉണ്ടെങ്കിൽ എവിടെയും പോകാൻ കഴിയും. അപ്പോൾ മരുന്നും മന്ത്രവുമായിട്ടൊന്നും ഇരിക്കാനുള്ളതല്ല. ആ കാലങ്ങൾ കഴിഞ്ഞു. സപ്പോർട്ടൊന്നും വേണ്ട, തനിച്ച് സ്ത്രീകൾക്ക്. സോളോ ട്രിപ്പ് ഏതെങ്കിലും പോണമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. മോന്റെ കൂടെ ഞാൻ സേഫാണ് കയ്യിലും. ഓക്കെ. നമുക്ക് ഇങ്ങനെ കൈ പിടിച്ച് നടക്കുമ്പോൾ എല്ലാം അങ്ങനെ നോക്കി കാണാൻ ഭയങ്കര സൗകര്യം, സന്തോഷം. വീഴുമെന്നുള്ള നോക്കിക്കൊള്ളു. അപ്പോൾ ഒരുപാട് യാത്രകൾ ഇനിയും ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം ചേർന്നതിന് താങ്ക് യു സോ മച്ച്. ഉമ്മയ്ക്കും ഇനിയും ഒരുപാട് യാത്രകൾ ചെയ്യാൻ പറ്റും. നഫീസുമ്മെ കൂട്ടി ഒരു യാത്ര പോകാൻ പ്ലാൻ ഉണ്ടോ? ഓ, കൊണ്ടുപോകാലോ. റെഡിയാണ്. അടുത്ത യാത്ര നമുക്ക് അതാക്കിയാലോ? അപ്പൊ ഞങ്ങൾ അത് നഫീസുമ്മെ കണക്ട് ചെയ്തു തരാം. അപ്പൊ നമ്മുടെ വിനേഷ് കുഞ്ഞിരാമനാണ് നമ്മുടെ ട്രിപ്പ് അഡ്വൈസർ അല്ലേ സൈറ്റ്. നമ്മുടെ ഇവിടുത്തെ ട്രിപ്പ് അഡ്വൈസർ എന്ന് പറയുന്നത് വിനേഷ് കുഞ്ഞിരാമൻ. അപ്പൊ വിനേഷ് നഫീസുമ്മെ കണക്ട് ചെയ്തു. അപ്പൊ ഉമ്മായിക്കൊപ്പം ഇവരും ഒരു യാത്ര പോകാൻ പോവാണ്. അത് നമ്മുടെ ഈ ഒരു ഫ്ലോറിൽ വെച്ച് തന്നെ ഉമ്മ ഇപ്പൊ കാണുന്നുണ്ടാവും. അപ്പൊ ഉമ്മായിക്ക് ആ ഒരു വിഷമമൊക്കെ മാറട്ടെ. ഈ യാത്രയെ കുറിച്ചൊക്കെ പറഞ്ഞ് എല്ലാവരും പറഞ്ഞവിടെ കുറച്ച് വിഷമത്തിലാണ് ഉമ്മ. അപ്പൊ ഉമ്മയുടെ യാത്രകൾ തുടരട്ടെ. ഒന്നും വിഷമിക്കേണ്ട, ഒരുപാട് യാത്രകൾ ഇനിയും യാത്ര ചെയ്യാനുള്ള എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ. ഓക്കെ. അപ്പൊ താങ്ക് യു സോ മച്ച്. കണ്ടതിൽ ഒത്തിരി സന്തോഷം.